വീണ്ടും ചൂരൽമലയിലേക്ക് പോവുകയാണ്. അവിടെ വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നും മരക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അത് മാറ്റാനുള്ള ശ്രമമാണ്. ഈ യന്ത്ര കൈകളിങ്ങനെ മരങ്ങൾ വകഞ്ഞു മാറ്റുമ്പോൾ നമുക്ക് വേദനയോടെ ആ കാഴ്ചകൾ കാണേണ്ടി വരികയാണ്. ഒരു മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 4 മൃതദേഹം ഇന്ന് മാത്രം ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. നിരവധി ശരീരഭാഗങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തെ ദാരുണമായ കാഴ്ചയാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് പുഞ്ചിരിമട്ടത്തെ ആകാശ ദൃശ്യങ്ങളാണ്. അവിടെ ഉരുൾ കുത്തിയൊലിച്ച് അവിടമാകെ നാശം ആയിരിക്കുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഒരു വീടാകെ തകർന്ന് കിടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നോക്കാം. നോക്കൂ, അവിടെ ഒന്നും ബാക്കിയില്ല എന്നതാണ്. പാറക്കൂട്ടങ്ങൾ വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ആ വീട്ടിൽ നിരവധി മനുഷ്യരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും എവിടെയാണെന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഓട്ടോറിക്ഷ ഉയർത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് പുഞ്ചിരിമട്ടത്തു നിന്നും കാണാം. ഇത് ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്തെ ദൃശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യന്ത്രക്കൈകൾ കൊണ്ട് മരങ്ങൾ മാറ്റുമ്പോഴെല്ലാം മനുഷ്യ ശരീരങ്ങളാണ് കിട്ടുന്നത്. അവിടെ ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപം എന്തൊരു ദാരുണമായ അവസ്ഥയാണല്ലേ. ഉരുൾ കുത്തിയൊലിച്ച് മുണ്ടക്കൈയിൽ നിന്നും നേരെ എത്തിയത് ഈ ചൂരൽമലയിലേക്കാണ്. മുണ്ടക്കൈ സ്വദേശികളായ 23 പേരുടെ മൃതദേഹമാണ് മിനിഞ്ഞാന്ന് കണ്ടെത്തിയത്. ഇന്നലെ 9 മൃതദേഹം കണ്ടെത്തി. ഇന്നിപ്പോൾ 4ാമത്തെ മൃതദേഹവും ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് കിട്ടിയിരിക്കുന്നു. ആ മരക്കൂട്ടങ്ങൾക്കിടയിലെല്ലാം തന്നെ നിരവധി ആളുകൾ ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ആ വലിയ മരങ്ങളെല്ലാം തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഹിറ്റാച്ചികളൊക്കെ തന്നെ അവിടേക്ക് എത്തിക്കണം. ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് ഉച്ചയായിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മുണ്ടക്കൈയിൽ നിന്ന് ഒലിച്ചെത്തിയ മരക്കൂട്ടങ്ങളെല്ലാം തന്നെ അടിഞ്ഞുകൂടിയത് ഈ ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപത്താണ്. അവിടെ 7 വീടുകളാണ് തകർന്നത്. 23 മൃതദേഹം മിനിഞ്ഞാന്നും ഇന്നലെ 9 മൃതദേഹവും കണ്ടെത്തിയ ഇടത്ത് ഇന്നിപ്പോൾ പരിശോധന നടത്താൻ ഇപ്പോഴും ഏതാനും ഹിറ്റാച്ചികളും കുറച്ച് സന്നദ്ധ പ്രവർത്തകരും മാത്രമാണ്. ഇന്നിപ്പോൾ സൈന്യത്തിൻ്റെ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു മേഖലയാണത്. അഷിൻ, ഞാൻ പറയുകയായിരുന്നു, എന്തൊരു ദാരുണമായ കാഴ്ചയാണ്. ദുരന്തത്തിൻ്റെ നേർചിത്രം എന്ന് പറയേണ്ടി വരും. ആ JCBകൾ മുന്നോട്ട് നീങ്ങുമ്പോഴെല്ലാം തന്നെ ഒരു മൃതദേഹം കിട്ടുന്നു എന്നുള്ള സങ്കടകരമായ അവസ്ഥ അല്ലേ. ഇവിടെയുള്ളത് ഇനിയും ഒട്ടേറെ പേർ ഇതിനടിയിൽ ഇത്തരത്തിൽ കുടുങ്ങി കിടപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇവരെ എത്രയും വേഗം പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് വിനിത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ തവണയും ഓരോ മരങ്ങളായി വകുന്നു മാറ്റും തോറും അതിനടിയിൽ കൂടുതൽ മൃതശരീരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇനിയും ഒട്ടേറെ പേർ ഇതിനടിയിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇവരെ എത്രയും വേഗം പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെയുള്ളത്. ഈ വൻമരങ്ങൾക്കിടയിൽ എത്ര ജീവനുകളാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. കാരണം ഈ ഒരു പ്രദേശത്ത് മാത്രം 40ഓളം വീടുകളുണ്ടായിരുന്നു. അതിൽ പല വീടുകളും പൂർണ്ണമായും തകർന്നു. ഇതൊരു ടോട്ടൽ വൈപ്പ് ഔട്ട് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നും തന്നെയില്ല, എല്ലാം നാമാവശേഷമായിരിക്കുന്നു. ബാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഒരു മല പോലെയുള്ള ഇത്രയും മരക്കഷ്ണങ്ങളും മരത്തടികളും മരച്ചില്ലകളും അതിനിടയിൽ കുറേ വീട്ടു സാധനങ്ങളും കുറേ സ്വപ്നങ്ങൾ പേറിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ ബാഗുകൾ, അവരുടെ ചിത്രങ്ങൾ, അങ്ങനെ തികച്ചും ഇവിടെ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെയുള്ളത്. കാരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും ഏതെങ്കിലും ഒരു മൃതശരീരത്തിൻ്റെ ഭാഗമോ മൃതശരീരം പൂർണ്ണമായും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സ്നിഫർ ഡോഗിൻ്റെ മായയുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഇത്രയും നേരം പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ഡ്രോണിൻ്റെ പരിശോധനയും നടക്കുന്നുണ്ട്. ഈ സ്നിഫർ ഡോഗിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും നേരമായി 4 മൃതദേഹങ്ങളും ഒരു ശരീരത്തിൻ്റെ ഭാഗവും കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഡ്രോൺ പരിശോധനയിലും നടക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ തന്നെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റി പരിശോധന നടത്താനുള്ള തെരച്ചിൽ നടത്താനുള്ള ശ്രമത്തിലാണ് ഇവിടെ സൈനികർ അടക്കമുള്ളത്. പക്ഷേ അവർക്ക് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഹിറ്റാച്ചികളുടെ ഒരു കുറവാണ്. ഇനിയും ഹിറ്റാച്ചികൾ ഇവിടെ എത്തിയാൽ മാത്രമേ ഇത്രയും വൻമരങ്ങൾ ഇവിടെ നിന്നും വകുന്നു മാറ്റി ഇത്തരത്തിൽ മനുഷ്യ ശരീരങ്ങൾ ഈ മണ്ണിനടിയിലുണ്ടോ, ചെടിക്കടിയിൽ പൂണ്ട് കിടപ്പുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമുള്ള നടപടികൾ ഇവിടെ ആവശ്യമാണ്. മാത്രമല്ല ഇപ്പോഴും മൃതദേഹങ്ങൾ മാറ്റുന്നത് ജീപ്പിലാണ് ഈ മൃതദേഹങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെ നിന്നും നേരെ മേപ്പാടി